നേരത്തെ നമ്മളൊരു ചമ്പു പ്രഭാഷണം കേട്ടു. ഇനി സംസ്കൃതത്തിലൊരു നാടകത്തിന്റെ റിപ്പോർട്ടാണ്. പൂരക്കളിയുടെ റിപ്പോർട്ടാണ്. കോഴിക്കോട് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ ഇവരാണ് കണ്ടിന്യൂസ് ആയിട്ട് 27 വർഷമായിട്ട് എ ഗ്രേഡ് കരസ്ഥമാക്കുന്നത്. നമുക്ക് അവരുടെ റിപ്പോർട്ടൊന്ന് കണ്ടിട്ട് വരാം. നൂറ്റാണ്ടിന്റെ വിജയഗാഥയാണ് പൂരക്കളിയിൽ ഇവർക്ക് പറയാനുള്ളത്. കരുത്തുള്ള കൈയും ഉറച്ച ശബ്ദവുമായി അരങ്ങിൽ കയറുന്ന ഈ കടത്തനാട്ടുകാർ തീർത്തത് ആരെയും അതിശയിപ്പിക്കുന്ന വിജയചരിത്രമാണ്. കോഴിക്കോട് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുഖമുദ്രയാണിപ്പോൾ പൂരക്കളി. ഇവർ കളത്തിലിറങ്ങിയാൽ പിന്നെ ഒരു രക്ഷയുമില്ല. കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്നു പോകും. പന്ത്രണ്ട് പേരടങ്ങുന്ന സംഘമാണ് കളിക്കാൻ ഇറങ്ങുന്നത്. അവർ കയ്യും മെയ്യും മറന്ന് ഒരുപോലെ ആടുമ്പോൾ കാഴ്ചക്കാർക്കതൊരു അത്ഭുതമാണ്. കാതിൽ തുളച്ചു കയറുന്ന ആ ശബ്ദം കാണികളെ പിടിച്ചിരുത്തും. തുടർച്ചയായിട്ട് 27ാമത്തെ വർഷമായിരുന്നു. 26 വർഷം സംസ്ഥാനത്ത് നിന്ന് എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. ആശാനെ കുറിച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് 5-6 മാസം സ്കൂളിൽ തന്നെ താമസിച്ചിട്ട് എല്ലാ കാര്യങ്ങളിലും ഞങ്ങളൊരു സുഹൃത്തിനെ പോലെ തന്നെ ആണ് മാഷ്. കാസർഗോഡ്, കണ്ണൂർ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന പൂരക്കളി മേമുണ്ട സ്കൂളിന് സമ്മാനിച്ചത് കാസർഗോഡ് മണിയാട്ട് നാരായണാശാനാണ്. 26 വർഷം മുമ്പ് തുടങ്ങിയതാണ് ആശാന്റെ ഈ ശിക്ഷണം. ഈ പൂരക്കളി ക്ഷേത്ര മതിൽക്കെട്ടിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻ്റെ ഗുരുനാഥനായിട്ടുള്ള പി മാധവ മണിക്കർ തിരിക്കോട്, വങ്ങര കൃഷ്ണ മണിക്കർ, പിന്നെ കാഞ്ഞങ്ങാട് ദാമോദരൻ മണിക്കർ, ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ കൂടിയിട്ടാണ് ഇത് പുറത്ത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇല്ലേ ഒരു ശ്രമം നടത്തി. അങ്ങനെ ഒരു ജനകീയ കലയാക്കി മാറ്റുകയും ചെയ്തു. ജാതി മത വ്യത്യാസം ഇല്ലാണ്ട് എല്ലാ കുട്ടികളും യുവജനോത്സവത്തിൽ അവതരിപ്പിക്കുന്ന ഒരൈറ്റായി മാറി ഇപ്പോൾ പൂരക്കളി. നാരായണാശാനും പിള്ളേരും ഒന്നിച്ചിറങ്ങിയാൽ പിന്നെ പൊടി പൂരമാണ്. അങ്ങ് കൊഴുകൊഴുക്കും പൂരക്കളി. ഇത്തവണയും ഈ കടത്തനാട്ടുകാരുടെ പൂരക്കളി കൊഴുകൊഴുത്തിട്ടുണ്ട്. ഉറച്ച ആത്മവിശ്വാസം ഇവരെ കൈവിട്ടില്ല. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറാമാൻ ആദർശിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്.